بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഓതി കേൾപ്പിച്ചതും അങ്ങനെ ഖുർആൻ അവതരണത്തിനും പ്രവാചകത്വത്തിനും തുടക്കമായതും വളരെ പ്രസിദ്ധമാണ്. നമ്മളുടെ സീറ സീരീസിൽ നമ്മൾ അതിനെപ്പറ്റി വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല കടന്നു പോകാൻ ശ്രമിക്കുന്നത്, മറിച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നീ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ജിബ്രീൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓതി കേൾപ്പിച്ചത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനങ്ങളാണ് തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ ഖുർആനിൽ നിന്ന് ആദ്യമായി ഓതി കേൾപ്പിച്ചത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മെസ്സേജ്, ആ മെസ്സേജിനെ പറ്റി ഈ വചനങ്ങളിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇവിടെ വളരെ ചുരുങ്ങിയ രീതിയിൽ ആലോചിക്കുവാൻ ശ്രമിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങി, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദഅവ നിർവഹിക്കുമ്പോൾ ആ ദഅവയുടെ ഉള്ളടക്കം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ വളരെ തുടക്കത്തിൽ ആ ദഅവയുടെ പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം നിശ്ചയമായും ഈ ഖുർആൻ വചനങ്ങളായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ എന്ന നിലക്ക്. അതുകൊണ്ട് തന്നെ നബി ജീവചരിത്രത്തെ, സീറയെ നമ്മൾ നോക്കുമ്പോൾ അതിൽ നുബൂവത്തിന്റെ വളരെ തുടക്കകാലത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വചനങ്ങളുടെ ആശയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മൾക്ക് കഴിയും എന്ന നിലക്കാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്. ഈ വചനങ്ങളുടെ ആശയങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കുവാനുള്ള ഒരു ശ്രമമല്ല, മറിച്ച് അതിലെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മളുടെ ഗൗരവതരമായ വിശകലനത്തിന് വിധേയമാകണമെന്ന് തോന്നുന്ന 2 പോയിന്റുകൾ പറയാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഒന്ന്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനങ്ങൾ തുടങ്ങുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി കേൾപ്പിക്കുന്ന വചനങ്ങൾ ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധിത സമൂഹത്തെ ആദ്യമായി കേൾപ്പിക്കുന്ന വചനങ്ങളും ഇതാണ്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അദ്ദേഹം മധ്യകാലഘട്ടത്തിൽ ജീവിച്ച വളരെ പ്രസിദ്ധനായ ഒരു മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹം നടത്തുന്ന വളരെ സുന്ദരമായൊരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇവിടെ ഖുർആൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കലും അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കുവാനുള്ള, സമർത്ഥിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടല്ല ഖുർആൻ ഈ സംസാരം തുടങ്ങുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക, ഓതുക, പാരായണം ചെയ്യുക എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ, റബ്ബ് എന്ന് പറയുമ്പോൾ രക്ഷിതാവ്, നാഥൻ, യജമാനൻ, ഉടമസ്ഥൻ, നമ്മൾ വളർത്തുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ അതിനർത്ഥം പറയാം. അവിടെ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക, ഓതുക, വായിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഖുർആൻ ഓതുക എന്നത് തന്നെയാണ്. നിന്റെ രക്ഷിതാവിന്റെ, നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നൊരു ഗ്രന്ഥം ഇതാ അവതരിപ്പിക്കപ്പെട്ടു തുടങ്ങുന്നു, അതിനിങ്ങനെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഗ്രന്ഥം നിരന്തരമായി പാരായണം ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് അത് അൽ ഖുർആൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഇഖ്റ എന്ന് പറയുന്ന അറബി പ്രയോഗം അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ അൽ ഖുർആൻ എന്ന് പറയുന്ന പ്രയോഗവും. വായിക്കുക
എന്ന കൽപ്പനയാണ് ഒന്ന്, വായിക്കപ്പെടുന്നത് എന്ന രൂപമാണ് മറ്റേത്. അപ്പോൾ നിരന്തരമായി പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റബ്ബ് ഇതാ അവതരിപ്പിച്ചു തുടങ്ങുന്നു. അതിന്റെ പാരായണം നീ സമാരംഭം കുറിക്കുക, അത് പാരായണം ചെയ്യാൻ ആരംഭിക്കുക എന്ന അർത്ഥത്തിലാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നതിലെ ഇഖ്റ പ്രാഥമികമായി കൺവേ ചെയ്യുന്നത്. ആ ഒരു മീനിങ് ആണ് വേറെ ഗ്രന്ഥത്തിന്റെ പാരായണം. അവിടെ ഇതിൽ തന്നെ അല്ലദീ അല്ലമ ബിൽ ഖലം, അള്ളാഹു മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മനുഷ്യാസ്തിത്വത്തിന്റെ വലിയൊരു സവിശേഷതയാണ് പേന ഉപയോഗിക്കാനുള്ള, തൂലിക ഉപയോഗിക്കാനുള്ള കഴിവ്. ആ കഴിവ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുമ്പോൾ ഇമാം അൽ ഖുർത്തുബിയെ പോലുള്ള മുഫസ്സിറുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും. വേദഗ്രന്ഥങ്ങൾ മനുഷ്യർക്ക് അവതരിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ആ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് മനുഷ്യർക്ക് എഴുതാനും വായിക്കാനും അറിയാം എന്ന വസ്തുതയാണ്. മനുഷ്യനെ എഴുതാനും വായിക്കാനും അള്ളാഹു അതിനുള്ള കഴിവ് നേരത്തെ മനുഷ്യനിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ് വേദഗ്രന്ഥം എന്ന് പറയുന്ന ഒരു പരികൽപ്പന സാധ്യമായത്. എഴുതി രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെടുകയും നിരന്തരമായി വായിക്കപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ അള്ളാഹുവിന് ഭൂമിയിലേക്ക് അവതരിപ്പിക്കുവാനുള്ള അള്ളാഹുവിന്റെ പദ്ധതി, ആ പദ്ധതിയുടെ നിവർത്തിക്കു വേണ്ടി കൂടിയാണ് മനുഷ്യരെ എഴുതാൻ പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും. മനുഷ്യർക്ക് ഈ സാഹിത്യ വൈഭവം, എഴുതാനും വായിക്കാനുമുള്ള ശേഷി, അതിന് വളരെ ഭൗതികമായ ലക്ഷ്യങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ മാർഗദർശനം വേദഗ്രന്ഥങ്ങളിലൂടെ ലഭിക്കുക എന്ന വളരെ ഉന്നതമായ ഒരു ലക്ഷ്യം കൂടിയുണ്ട് എന്ന വസ്തുത. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് തുടങ്ങുമ്പോൾ തന്നെ മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ച ഈ കാര്യം ഖുർആൻ എടുത്തു പറയുന്നത് അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും വേദഗ്രന്ഥത്തിന്റെ പാരായണമാണ് ഇവിടെ നിർവഹിക്കാൻ പറയുന്നത്. അത് നിർവഹിക്കുവാനുള്ള കൽപ്പന നൽകുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ശൈലി ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ്. ഇവിടെ ഇബ്നു തൈമിയ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇവിടെ ഒരു അള്ളാഹു ഉണ്ട്, ഒരു റബ്ബുണ്ട്, അത് എന്തുകൊണ്ടുണ്ട്, അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവുകൾ ഇന്നതൊക്കെയാണ് എന്ന രീതിയിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സമർത്ഥിച്ച ശേഷമല്ല പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. മറിച്ച് നേരെ ഖുർആൻ സംസാരം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇഖ്റ, നീ പാരായണം തുടങ്ങ്. ആ പാരായണം എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ പടച്ചവന്റെ നാമത്തിലാണ് നീ പാരായണം ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ഖുർആൻ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിന്റെ നാമത്തിൽ പാരായണം ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ട് എന്ന് സമർത്ഥിക്കുവാനുള്ള വളരെ ഫിലോസോഫിക്കലായ, ലോജിക്കലായ, ആർഗ്യുമെന്റേറ്റീവായ ഒരു ആമുഖം അവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന വിഷയം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് പറയാനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. നമ്മൾ കലാം എന്നൊക്കെ സാധാരണ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഗ്രീക്ക് ഫിലോസഫിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഗ്രീക്ക് ലോജിക്കിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ തത്വശാസ്ത്രപരമായി, താർക്കികമായി ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ആവശ്യമാണ് എന്ന് അനുക്രമമായി ഒരു ലോജിക്കൽ സീക്വൻസിലൂടെ സ്ഥാപിക്കുന്ന ഒരു സങ്കേതമാണ് യഥാർത്ഥത്തിൽ കലാം എന്നറിയപ്പെട്ടിരുന്നത്. ഈ സങ്കേതത്തിന് ഇബ്നു തൈമിയയുടെ കാലത്ത് മുസ്ലിം ലോകത്ത് വലിയ പ്രഭാവം ഉണ്ടായിരുന്നു. ഇബ്നു തൈമിയയുടെ വീക്ഷണത്തിൽ അങ്ങനെ ഒരു വ്യായാമത്തിന്റെ, അധ്വാനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അത് പലപ്പോഴും അപകടകരമാണ് എന്ന് പോലും അദ്ദേഹം കരുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അള്ളാഹു ഉണ്ട് എന്ന കാര്യം, റബ്ബുണ്ട് എന്ന കാര്യം നമ്മൾ താർക്കികമായ ഒരു മനുഷ്യന് സമർത്ഥിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു ഉണ്ട് എന്നത്, ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നത്, അവന് റബ്ബുണ്ട് എന്നത് അവന്റെ ആത്മാവിന്റെ വളരെ നൈസർഗികമായ ഒരു ബോധ്യമാണ്. പ്രകൃതിപരമായി തന്നെ ആ ബോധ്യം അവനിൽ നിലീനമാണ്. അള്ളാഹു മനുഷ്യരുടെ ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു ബോധത്തോടു കൂടിയാണ്. പരിശുദ്ധ ഖുർആനിലെ ഫിത്ര എന്ന് പറയുന്ന പരികൽപ്പന ഇത് വിശദീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം നിരന്തരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ 30-ാമത്തെ വചനത്തിൽ നമുക്കിത് കാണാം. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون.
ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് അവക്രമായ രീതിയിൽ തിരിക്കുക എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറയുന്നത് ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സൃഷ്ടി പ്രകൃതമാണത്. ലാ തബ്ദീല ലി ഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇവിടെ സംസാരിക്കുമ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെടുക, മതം അനുഷ്ഠിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ശുദ്ധ പ്രകൃതമാണ്. ആ ശുദ്ധ പ്രകൃതത്തെ അള്ളാഹു മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മതം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ ശുദ്ധ പ്രകൃതത്തെയാണ് നിങ്ങൾ പ്രിസർവ് ചെയ്യുന്നത്. അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോൾ, അള്ളാഹുവിനെ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ തന്നെ തേട്ടത്തെയാണ് നിങ്ങൾ നിറവേറ്റുന്നത്. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ തന്നെ അതിന് സഹജമായി ശക്തമായി ഒരു ആഗ്രഹമുണ്ട്, ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെ ആത്മാവ് അതിന് നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥത്തിലുള്ള മതം. യഥാർത്ഥത്തിലുള്ള മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി തന്നെയാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, പക്ഷെ മനുഷ്യരിൽ അധിക പേരും ഇത് മനസ്സിലാക്കുന്നില്ല. അവരുടെ ആത്മാവിന്റെ നിലവിളി അവർ കേൾക്കുന്നില്ല എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ അവിടെ റബ്ബുണ്ട് എന്ന് സമർത്ഥിച്ച ശേഷം ഇത് പറയാൻ ഖുർആൻ മുതിരാത്തത്, അതിന്റെ ആവശ്യമുണ്ട് എന്ന് അള്ളാഹു വിചാരിക്കാത്തത്, ആ ഒരു ബോധം മനുഷ്യനിൽ സവിശേഷമായി നേരത്തെ തന്നെ ആത്മാവിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉണ്ട് എന്ന് സമർത്ഥിക്കാതെ തന്നെ, അത് ഈ തരത്തിലുള്ള തത്വശാസ്ത്ര ഊരാക്കുടുക്കുകളിലൂടെ പോയി അങ്ങനെ ഒരു അസ്തിത്വത്തെ ഒന്നും സ്ഥാപിക്കാതെ തന്നെ സൽബുദ്ധിയുള്ളൊരു മനുഷ്യനോട് നേർക്കുനേരെ ഈ കാര്യം പറഞ്ഞാൽ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞാൽ തന്നെ ആ റബ്ബ് ആരാണ്, അവനെ സൃഷ്ടിച്ചൊരു റബ്ബ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവൻ പെട്ടെന്ന് ഉണരും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് വളരെ ശരിയാണ് എന്ന് നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന, നമ്മളൊക്കെ വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം തുടങ്ങുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിക്കുന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിലേക്ക് അവർ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആത്മാവിന്റെ തേട്ടത്തെ തന്നെയാണ്, ആ ആത്മാവിനുള്ളിൽ തന്നെയുള്ള അവബോധത്തെയാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്നത്. ഈ ആത്മാവ് തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചൊരു പടച്ചവനുണ്ട്, ആ പടച്ചവൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഗ്രന്ഥമാണിത് എന്ന തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് നേടിയ വിജയം എന്ന് പറഞ്ഞാൽ അനിതരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോഴേക്ക് അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ മുസ്ലിങ്ങളായിത്തീരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഉടനെയുള്ള പതിറ്റാണ്ടുകളിൽ ഇസ്ലാം ഒരു ആഗോള പ്രതിഭാസമായി മാറുന്നു. ഇന്നും ലോകത്തെ ഏറ്റവും അധികം ഇന്റഗ്രിറ്റിയോടുകൂടി ഏറ്റവും അധികം ഡിവൗട്ടായി ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എന്തുകൊണ്ട് മതം ഇത്രയും ആഴത്തിൽ, ഇസ്ലാം എന്ന മതം മനുഷ്യരിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഫിത്രത്തിന്റെ, അവരുടെ ആത്മാവിന്റെ ശുദ്ധ പ്രകൃതിയുടെ തേട്ടമാണ് എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഇതിലേക്കുള്ളൊരു സൂചന പരിശുദ്ധ ഖുർആനിന്റെ ഈ ശൈലിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞ ശേഷം അവിടെ അടുത്ത വചനം എന്താണ്? ഇഖ്റ വറബ്ബുക്കൽ അക്രം എന്നാണ്. നീ വായിക്കുക, നീ പാരായണം ചെയ്യുക, ഈ ഗ്രന്ഥം ഓതാൻ നീ തയ്യാറെടുക്കുക. നിന്റെ രക്ഷിതാവാകട്ടെ, നിന്റെ ഈ റബ്ബാകട്ടെ, അവൻ അൽ അക്രമാണ് എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ മനോഹരമാണ്. നമ്മൾ മക്കയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ആ റബ്ബിന്റെ അസ്തിത്വത്തെ അവർ അംഗീകരിച്ചിരുന്നു. സ്വാഭാവികമായി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏത് മനുഷ്യനും അങ്ങനെ ഒരു റബ്ബിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള ഒരു ബോധമുണ്ടാകും. പക്ഷെ ആ റബ്ബിലേക്ക് തിരിയുന്നതിന് പകരം, അവനെ വണങ്ങുന്നതിന് പകരം, അവനെ മാത്രം ആരാധിക്കുന്നതിന് പകരം, അവന്റെ തൃപ്തി നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം വളരെ അപ്രാപ്യമായ, മനുഷ്യർക്കൊരിക്കലും നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു ശക്തിയായി ആ റബ്ബിനെ മനസ്സിലാക്കുകയും ആ റബ്ബിനെ അംഗീകരിക്കുമ്പോൾ തന്നെ വേറെ ഒരുപാട് ദൈവങ്ങളെ സ്വന്തമായി മെനഞ്ഞുണ്ടാക്കി ആ ദൈവങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് മക്കയിലെ ഈ പെയ്ഗൻ സൊസൈറ്റിയിൽ മുശ്രിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മെസ്സേജ് നമ്മൾ നോക്കുക. ഇഖ്റ വറബ്ബുക്കൽ അക്രം, ഈ പറയുന്ന റബ്ബ്, നിങ്ങളുടെ ആത്മാവിന് ബോധമുള്ള റബ്ബ്, ആ റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ അക്രമാണ്. അക്രം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള ഒരു പ്രയോഗമാണ് അറബിയിലെ
അൽ കരീം എന്ന പ്രയോഗവും, ഇത് രണ്ടും ഒരേ മൂലത്തിൽ നിന്നുണ്ടാകുന്ന ഏതാണ്ട് ഒരേ അർത്ഥമുള്ള, നമ്മൾ വളരെ മാന്യമായി പെരുമാറുന്ന, വളരെ ഉദാരമായി പെരുമാറുന്ന, വളരെ ഡിഗ്നിഫൈഡായി, വളരെ നോബിളായി പെരുമാറുന്ന, വളരെ ജനറസ് ആയി സഹായങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്ന ആ തരത്തിലുള്ളൊരു റബ്ബാണ് നിങ്ങളുടെ റബ്ബ് എന്ന വസ്തുതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ഈ ഏറ്റവും ആദ്യം കൊടുത്ത വചനങ്ങളിൽ തന്നെ ഉള്ളത് അതാണ്. നമ്മൾ നമ്മളുടെ റബ്ബിനെ പറ്റി നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട വിഭാവനം അതാണ്. നിങ്ങൾക്ക് വളരെ മാന്യനായൊരു മനുഷ്യനെ അറിയാമോ? ഏറ്റവും ഉദാരനായൊരു മനുഷ്യനെ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള അയാളെ സമീപിക്കുവാനായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ധൈര്യം. നമ്മൾ മറ്റാരെയെങ്കിലും കാണുന്നത് പോലെയല്ല, അയാളെ കാണാൻ നമുക്ക് താല്പര്യമായിരിക്കും. നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്ന ഈ മാന്യതക്കെല്ലാം അപ്പുറത്താണ് മാന്യതയുടെ, കാരുണ്യത്തിന്റെ, ദയയുടെ എല്ലാം നിറകുടമാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അൽ അക്രം ആണ്, അല്ലെങ്കിൽ അൽ കരീം ആണ്. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായി സൂറത്തുൽ ഇൻഫിത്താറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, മാ ഗർറക ബിറബ്ബികൽ കരീം. വളരെ കരീമായ, അൽ കരീമായ, മാന്യതയുടെ പാരമ്യമായ, അത്രയും ഡിഗ്നിഫൈഡായി പെരുമാറുന്ന, അത്രയും ജനറസ് ആയ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചത് ആരാണ്? എന്താണ്? എങ്ങനെയാണ് നീ ആ റബ്ബിൽ നിന്ന് വഴിതെറ്റിപ്പോയത്? എങ്ങനെയാണ് നീ ആ റബ്ബിൽ നിന്ന് അകന്നുപോയത്? എന്ത് കാരണത്തിനാണ് നീ ആ റബ്ബിനോട് മുഖം തിരിക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് നീ ആ വഴിക്ക് പോകാതിരിക്കുന്നത്? അത്രയും ജനറസ് ആയ റബ്ബിന്റെ അടുത്തേക്ക് പോകാൻ നിനക്ക് എന്താണ് മടി? നിന്റെ അസ്തിത്വം തന്നെ ആ റബ്ബിന്റെ മാന്യതക്കുള്ള, ഉദാരതക്കുള്ള തെളിവാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിന്നെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത്, ക്രമപ്പെടുത്തിയത്, ഏറ്റവും നല്ല രൂപം നിനക്ക് നൽകിയത് ഒക്കെ അല്ലാഹുവാണ്. അവന്റെ ഉദാരതയുടെ ജീവിക്കുന്ന അടയാളമാണ് നീ എന്ന് പറയുന്ന അസ്തിത്വം തന്നെ. പിന്നെ എങ്ങനെയാണ് ആ റബ്ബിന്റെ ഉദാരതയെ, മാന്യതയെ, ആ റബ്ബിന്റെ ജനറോസിറ്റിയെ, നൊബിലിറ്റിയെ നീ മറന്നു പോകുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ മക്കക്കാരോട് വളരെ തുടക്കത്തിൽ തന്നെ ഈ ഖുർആൻ വചനങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്തൊരു കാര്യം, നിങ്ങളുടെ റബ്ബ് അവൻ അൽ അക്രമാണ്. അവൻ ഈ നൊബിലിറ്റി എന്ന് പറയുന്നതിന്റെ, ഡിഗ്നിറ്റി എന്ന് പറയുന്നതിന്റെ, ജനറോസിറ്റി എന്ന് പറയുന്നതിന്റെ പാരമ്യമാണ്. അതുകൊണ്ട് അവനിൽ നിന്നാണ് ഈ ഗ്രന്ഥം വരുന്നത്. ഈ ഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുക, ഇതിന്റെ സന്ദേശം ഉൾക്കൊള്ളുക, അവനിലേക്ക് തിരിയുക, അവന്റെ തൃപ്തി നേടിയെടുക്കാൻ പരിശ്രമിക്കുക. നമ്മൾ ഈ അൽ കരീം അല്ലെങ്കിൽ അൽ അക്രം എന്നൊക്കെ പറയുമ്പോൾ ഈ ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാന്യതയുടെ, അന്തസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ വാരിക്കോരി അനുഗ്രഹങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു കൊടുക്കുന്നതിന് ഒരിക്കലും പരിധി വെക്കുന്നില്ല. നമ്മൾ ആളുകൾ എന്ത് ചോദിച്ചാലും അത്രയും ഒരു തരത്തിലുള്ള പിശുക്കുമില്ലാതെ കൊടുക്കുന്നതിനാണ് അൽ അക്രം അല്ലെങ്കിൽ അൽ കരീം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വിവക്ഷ അതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സമ്പത്ത്, അള്ളാഹുവിന്റെ ഖജാന എന്ന് പറഞ്ഞാൽ അത് അതിരുകളില്ലാത്തതാണെന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖുദ്സിയായ ഹദീസിൽ നമ്മൾക്ക് അള്ളാഹു പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എത്ര മനോഹരാണെന്ന് അറിയോ? അള്ളാഹ് പറയാണ്, നിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, സർവ്വ മനുഷ്യരും, ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ മുതൽ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ വരെ, ആ മനുഷ്യരത്രയും അതേപോലെ ജിന്നുകളും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി എന്ന് വിചാരിക്കുക. നമ്മളൊരു മൈതാനത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുകൂടി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ മനുഷ്യരും ജിന്നുകളും മുഴുവനും ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു എന്നും വിചാരിക്കുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഞാനത് മുഴുവൻ കൊടുത്തു. ഈ ചോദിക്കപ്പെട്ട ലോകത്തിലെ സകല മനുഷ്യരുടെയും ജിന്നുകളുടെയും അഭിലാഷങ്ങൾ മുഴുവൻ ഞാൻ നിറവേറ്റിക്കൊടുത്താലും അതൊരു കടലിൽ ഒരു സൂചി മുക്കിയാൽ ആ സൂചിയിൽ എത്ര വെള്ളം പോരും, അത്രയേ എന്റെ സമ്പത്തിൽ നിന്ന് കുറയുന്നുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഈ സമ്പത്തിനൊപ്പം അവന്റെ മാന്യത കൂടി നമ്മൾ പരിഗണിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് നമ്മൾ പരിധികളെ വെക്കേണ്ടതില്ല. അള്ളാഹു അത്രയും ജനറസ് ആണ്, വാരിക്കോരി നൽകാൻ സന്നദ്ധനായി നിൽക്കുന്ന റബ്ബാണ് നമുക്കുള്ളത്. ആ റബ്ബിനോട് ചോദിക്കുവാൻ നമ്മൾക്ക് എന്താണ് മടി? പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്തിന്റെ
ഏറ്റവും തുടക്കത്തിൽ മുന്നോട്ട് വെച്ചൊരു മെസ്സേജാണിത് എന്നാണ് ഖുർആനിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അക്രമായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾക്കിപ്പോ പരിശുദ്ധ ഖുർആനിൽ റമളാനുമായി ബന്ധപ്പെട്ട വചനങ്ങൾ സൂറത്തുൽ ബഖറയിൽ 153 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ റമളാനിനെ കുറിച്ച് സംസാരിച്ചു പോകുന്നതിന്റെ ഇടക്ക് ആ വചനത്തിന്റെ മുമ്പും ആ വചനത്തിന്റെ ശേഷവും നോമ്പിനെ കുറിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സംസാരിക്കുന്നത്. അതിനിടക്കാണ് അള്ളാഹു പറയുന്നത്, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാണ്, എന്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുള്ള ആളാണ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഞാൻ അവർക്ക് കരീബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അന്നത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരുന്നു. അള്ളാഹുവിനെ പറ്റി ഇങ്ങനൊരു ചിത്രം അവരുടെ മനസ്സിൽ ഇല്ലായിരുന്നു. നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും. ചില ആൾക്കാരൊക്കെ ചോദിച്ചു, അള്ളാഹിനെ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് വിളിച്ചാലും അള്ള കേൾക്കോ, മെല്ലെ വിളിച്ചാൽ അള്ള കേൾക്കോ, അള്ളാഹുവിനെ വിളിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക പോസ്റ്ററിൽ നിന്നിട്ടാണോ, ഇങ്ങനെ പല ചോദ്യങ്ങളും. ഇതിനൊക്കെ മറുപടിയായിട്ടാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടതെന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ അക്രമായ കരീമായ അള്ളാഹു നമ്മളുടെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഉണ്ടായിരിക്കെ അവനോട് ചോദിക്കാൻ, അവനിലേക്ക് തിരിയാൻ, ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിവർത്തി വെക്കാൻ നമ്മൾക്ക് എന്താണ് മടി എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ ആത്മാവിനെ തൊട്ടുണർത്തി നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഏറ്റവും ഈ ഫണ്ടമെന്റലായി ഈ മെസ്സേജിനോട് എത്രത്തോളം നമ്മൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. ഈ ദുന്യാവ് എന്നുള്ളതല്ല. നമ്മൾ അള്ളാഹു കൈൻഡാണ്, ജനറസ് ആണ്, നോബിൾ ആണ്, ഏറ്റവും അന്തസ്സോടുകൂടി മാന്യതയോടുകൂടി നമ്മളുടെ ആവശ്യങ്ങളെ കേൾക്കുന്ന അള്ളാഹു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ദുന്യാവിന്റെ മാത്രം കാര്യമല്ലല്ലോ. തീർച്ചയായും ഈ ദുന്യാവിൽ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ളതല്ല, പരലോകത്ത് നമ്മൾക്ക് അനന്തമായ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. അൽ അക്രമാണ് അള്ളാഹു എങ്കിൽ, അള്ളാഹു അൽ കരീമാണെങ്കിൽ നമ്മളെ അള്ളാഹു ആ മാന്യതയും ആ അന്തസ്സും ആ ജനറോസിറ്റിയും നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു നമ്മളോട് കാണിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കാണിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു മുസ്ലിം സഹോദരൻ മരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കാരത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. ആ പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് പറയുന്നത്? വ അക്രിം നുസുലഹു, അള്ളാഹുവേ ഇതാ ഞങ്ങളുടെ സഹോദരൻ അങ്ങോട്ട് വരുന്നു, അവന് ഏറ്റവും ഡിഗ്നിഫൈഡ് ആയൊരു വെൽക്കം, ഏറ്റവും ജനറസ് ആയൊരു വെൽക്കം, ഏറ്റവും നോബിൾ ആയൊരു വെൽക്കം, നിന്റെ കരം, ആ കരം ഉപയോഗിച്ച് അവന് ആ ഒരു ഇക്റാം, അവനെ ഏറ്റവും ഉദാരമായി അനുഗ്രഹങ്ങൾ വാരിക്കോരിച്ചെറിഞ്ഞ് നിന്റെ മാന്യത മുഴുവൻ പ്രകടിപ്പിച്ച് അവനെ സ്വീകരിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആ കരീമായ അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, പരലോകത്തെ വിജയം അള്ളാഹുവേ, അത്യുദാരനായ അള്ളാഹുവേ, വാരിക്കോരി നൽകുന്നവനായ അള്ളാഹുവേ, അക്രമായ അള്ളാഹുവേ, ഈ പരിശുദ്ധ വേദം അവതരിപ്പിക്കപ്പെട്ടതിന്റെ വളരെ തുടക്കത്തിൽ നിന്റെ പ്രവാചകനെ നീ അക്രമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച അള്ളാഹുവേ, ഞങ്ങളോട് ആ മാന്യതയും ആ ഉദാരതയും പരലോകത്ത് വെച്ച് കാണിക്കണേ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുകയും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ സഹാബിമാര് അങ്ങനെയാണെങ്കിൽ ഇവരെ ഇത്തരത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പക്ഷേ സ്വർഗത്തിൽ ഒരുപാട് പദവികളുണ്ട്, ദറജകളുണ്ട്, 100ഓളം പദവികൾ സ്വർഗത്തിലുണ്ട്. ആ ഓരോ പദവിക്കുമിടയിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലമുണ്ട്. സ്വർഗത്തിൽ എല്ലാവരും ഒരേപോലെയല്ല. അതുകൊണ്ട് ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി അൽ ഫിർദൌസ് എന്ന് പറയുന്ന സ്വർഗമാണ്. ആ സ്വർഗം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കേവലമായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതിനപ്പുറത്ത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി തന്നെ അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ വിമുഖരാവേണ്ടതില്ല. കാരണം
ഒട്ടും പിശുക്കില്ലാത്ത അക്രമായ കരീമായ അള്ളാഹുവിനോടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. നമ്മൾ റമദാനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായ ഹദീസിൽ നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ളതാണ്. നോമ്പ് നോൽക്കുന്നവന് സ്വായിമിന് 2 സന്തോഷങ്ങളുണ്ട്, 2 ഫർഹത്തുകളുണ്ട്. ആ 2 സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും ഒന്ന് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. വളരെ യാന്ത്രികമായി നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു ഹദീസാണത്. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പൊരുൾ എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് നോമ്പുകാരന്റെ 2ാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നോമ്പുകാരൻ കണ്ടുമുട്ടുക സന്തോഷത്തോടെ ആയിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ നോമ്പുകാരൻ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു അവനെപ്പറ്റി സന്തോഷവാനായിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. നോമ്പുകാരനെ അള്ളാഹു സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. നമ്മളുടെ ജീവിതത്തിന് ആത്യന്തികമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതൊരൊറ്റ ലക്ഷ്യം മാത്രമാണ്. നമ്മുടെ ആത്മാവിന് ബോധ്യമുള്ള ആ അള്ളാഹു, ആ റബ്ബിന്റെ റബ്ബിന്റെ സന്തോഷവും സംതൃപ്തിയും നമുക്ക് ലഭിക്കുക, അങ്ങനെ മരിച്ചു പോകാൻ കഴിയുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അവൻ നമ്മളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക, മരിച്ചു ചെല്ലുന്ന സമയത്ത് അവന്റെ സന്തോഷം നമ്മളുടെ മേലുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. മറക്കാതിരിക്കുക, അവൻ അക്രമാണ്, അവൻ കരീമാണ്, അവൻ അങ്ങേയറ്റം ജനറസ് ആണ്, അവൻ അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി മാന്യതയോടുകൂടി നമ്മളെ സ്വീകരിക്കുവാൻ സന്നദ്ധനാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് നോമ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോമ്പുകാരനാണെങ്കിൽ, നോമ്പ് നോൽക്കുന്നവരാണെങ്കിൽ, നോമ്പിന്റെ ശീലമുള്ളവരാണെങ്കിൽ അക്രമും കരീമുമായ അള്ളാഹു സന്തോഷത്തോടുകൂടി നമ്മളെ സ്വീകരിക്കും. അവനുമായുള്ള നമ്മുടെ സമാഗമ വേള സന്തോഷത്തിൻ്റെതാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ആ അർത്ഥത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ സന്നദ്ധമാവുക. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട ഈ വചനങ്ങളെ ഈ അർത്ഥത്തിൽ ഇങ്ങനെയെല്ലാം അതിനെപ്പറ്റിയുള്ള ആലോചനകൾ നിർവഹിക്കുവാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശ പ്രചാരണത്തിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഘട്ടത്തെ ഈ രീതിയിൽ കൂടി സമീപിക്കുവാനും നമ്മൾ സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും والذين معه أشداء على الكفار رحماء